എൻ്റെ പേര് ദാവു. ഞാൻ എടവണ്ണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ഫിസിക്കൽ സയൻസ് അധ്യാപകനാണ്. 2-3 മാസക്കാലമായി നമ്മളെല്ലാം വിശ്രമത്തിലാണ്. നമ്മുടെ കുട്ടികളൊക്കെ തന്നെ അവരുടെ സമയം വെറുതെ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ ഒരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നി. അതായത് ഞാൻ ഫിസിക്സും കെമിസ്ട്രി എടുക്കുന്ന ഒരു അധ്യാപകനായതുകൊണ്ട് ഫിസിക്സിലും കെമിസ്ട്രിയിലും ബേസിക്കായിട്ട് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഹാർഡ് സ്പോട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ 2 വിഷയങ്ങൾ ബുദ്ധിമുട്ടായി വരാറുണ്ട്. അപ്പം ഈ സമയത്ത് എനിക്ക് തോന്നി കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഫിസിക്സിലും കെമിസ്ട്രിയിലും 8, 9, 10 ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ക്ലാസ് എടുത്തു കൊടുക്കുകയും അത് കുട്ടികൾക്ക് ഫലപ്രദമായി അവർക്ക് അവരുടെ പഠനത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് തോന്നി. അതിൻ്റെ ആ ചിന്തയിൽ നിന്നുമാണ് എനിക്ക് ഒരു ചാനൽ ആരംഭിക്കണം എന്ന് തോന്നിയത്. അങ്ങനെ PS വേൾഡ് അഥവാ വേൾഡ് ഓഫ് ഫിസിക്കൽ സയൻസ് എന്ന പേരിൽ ഞാനൊരു പുതിയ ചാനൽ ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇടുന്ന ഓരോ വീഡിയോസും ഷെയർ ചെയ്യുകയും വേണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഞാൻ ആദ്യമായി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാഠഭാഗം നമ്മുടെ കുട്ടികൾക്കൊക്കെ തന്നെ എന്നും ഹാർഡ് സ്പോട്ടായി അനുഭവപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. അത് മറ്റൊന്നുമല്ല, മോൾ സങ്കല്പനം, മോൾ കൺസെപ്റ്റ്. ഇതിൽ പ്രധാനമായി പറയുന്നത് നമുക്കറിയാം, ആറ്റങ്ങൾ, തന്മാത്രകൾ, ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ, അയോണുകൾ പോലുള്ള അതിസൂക്ഷ്മ കണങ്ങളെക്കുറിച്ചാണ് രസതന്ത്രത്തിൽ അഥവാ കെമിസ്ട്രിയിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവയുടെ എണ്ണം എണ്ണി തിട്ടപ്പെടുത്തുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. അതെങ്ങനെ നമുക്ക് സാധിക്കും എന്ന് ഈ മോൾ സങ്കല്പനം എന്ന ആശയത്തിലൂടെ നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ആദ്യത്തെ ഒരു പാഠഭാഗം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ മോൾ സങ്കല്പനം അവതരിപ്പിക്കുകയാണ്. കെമിസ്ട്രിയിൽ ഒരുപാട് പ്രശ്ന മേഖലകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആറ്റങ്ങളും തന്മാത്രകൾ, ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ, അയോണുകൾ പോലെ അതിസൂക്ഷ്മ കണങ്ങളുണ്ട്. ഇവ എണ്ണിയെടുക്കാൻ കഴിയില്ലേ? ഇത് രസതന്ത്രത്തിലെ വലിയൊരു പ്രശ്നമാണ്. ആരോട് ചോദിച്ചാലും പറയും നെവർ, അത് എണ്ണിയെടുക്കാൻ കഴിയില്ല. അപ്പൊ തീർച്ചയായിട്ടും എണ്ണിയെടുക്കാൻ കഴിയാത്ത കണങ്ങൾ എങ്ങനെ നമുക്ക് എണ്ണം കണക്കാക്കാൻ കഴിയും? ഇതൊരു ചോദ്യമാണ്. എണ്ണിയെടുക്കാൻ കഴിയാത്ത കണങ്ങൾ എങ്ങനെ നമുക്ക് എണ്ണം കണക്കാക്കിയെടുക്കാൻ കഴിയും? നമുക്കറിയാം, രസതന്ത്രത്തിൽ രാസസമവാക്യങ്ങൾ നമ്മളൊക്കെ എഴുതാറുണ്ട്. ഞാനിവിടെ ബോർഡിൽ ഒരു രാസസമവാക്യം എഴുതാം, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ. H2 plus Cl2 gives 2HCl. എന്താ അതിന്റെ അർത്ഥം? സമവാക്യം നേരിട്ട് നമുക്ക് വായിക്കാം. H2 എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെ ഒരു മോളിക്യൂൾ, ഒരു ഹൈഡ്രജൻ തന്മാത്ര എന്നാണ് അർത്ഥം. അപ്പൊ ഹൈഡ്രജന്റെ ഒരു തന്മാത്ര ക്ലോറിന്റെ ഒരു തന്മാത്രയുമായി സംയോജിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ 2 തന്മാത്രകൾ ഉണ്ടാകും എന്നാണ് ഈ സമവാക്യം നമ്മോട് പറയുന്നത്. ഈ സമവാക്യം കാണുന്ന ഒരു കുട്ടി ചോദിക്കുകയാണ്, നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡ് ഈ രൂപത്തിൽ ഉണ്ടാക്കണമെങ്കിൽ ഹൈഡ്രജന്റെ ഒരു തന്മാത്ര നമുക്ക് എടുക്കേണ്ടേ? ക്ലോറിന്റെ ഒരു തന്മാത്ര നമുക്ക് എടുക്കണ്ടേ? സർ, എങ്ങനെയാണ് അത് സാധിക്കുക? എങ്ങനെ നമുക്ക് ഹൈഡ്രജന്റെ ഒരു തന്മാത്ര എടുക്കാൻ കഴിയും? ക്ലോറിന്റെ ഒരു തന്മാത്ര നമുക്ക് എങ്ങനെ എടുക്കാൻ കഴിയും? എങ്ങനെ ഈ അനുപാതത്തിൽ രാസപ്രവർത്തനം നടത്തി ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ 2 തന്മാത്ര നമുക്ക് ഉണ്ടാക്കാൻ കഴിയും?
അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം, തന്മാത്രകളുടെ എണ്ണം നമുക്കെങ്ങനെ കണക്കാക്കാം. ഒരിക്കലും എണ്ണിയെടുക്കാൻ കഴിയാത്ത കണങ്ങളാണ് തന്മാത്രകൾ. ഒരിക്കലും ഒരാളെ കൊണ്ടും തന്മാത്രകൾ എണ്ണിയെടുക്കാൻ കഴിയില്ല. ആറ്റങ്ങളും എണ്ണിയെടുക്കാൻ കഴിയില്ല. അയോണുകൾ എണ്ണിയെടുക്കാൻ കഴിയില്ല. ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഒക്കെ അങ്ങനെ തന്നെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അതിസൂക്ഷ്മ കണങ്ങളാണ് ഇവ. എന്നാൽ ഇവയുടെ കൃത്യമായ എണ്ണം നമുക്ക് എങ്ങനെ കണക്കാക്കാൻ കഴിയും? അതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഞാനിപ്പോ രസതന്ത്രത്തിൽ ഈ കണങ്ങളൊക്കെ, ആറ്റങ്ങൾ, തന്മാത്രകൾ, ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ, ഈ കണങ്ങളൊക്കെ വളരെ സൂക്ഷ്മ കണങ്ങളായതുകൊണ്ട് തന്നെ വലിയ ഒരെണ്ണം എടുക്കുമ്പോൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ. അവ തൂക്കിയെടുക്കുമ്പോൾ ചെറിയ ഗ്രാമേ ഉണ്ടാവുള്ളൂ. വളരെ നേർത്ത, വളരെ കുറഞ്ഞ മാസേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാണാൻ മാത്രം കിട്ടണമെങ്കിൽ, കാണുന്ന അത്രയും അളവിൽ ഒരു രാസവസ്തു എടുക്കണമെങ്കിൽ ഒരു വലിയ എണ്ണം തന്മാത്രകൾ അതിലുണ്ടായിരിക്കേണ്ടി വരും. ആറ്റങ്ങൾ ഒരു വലിയ എണ്ണം ഉണ്ടായിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും എണ്ണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി, രാസവസ്തുക്കളുടെ അളവിനെ സൂചിപ്പിക്കാൻ വേണ്ടി പൊതുവെ സൂചിപ്പിക്കുന്ന ഒരു യൂണിറ്റാണ് മോൾ. അപ്പോൾ മോൾ എന്ന കോൺസെപ്റ്റ് ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് മോൾ കോൺസെപ്റ്റ്, മോൾ സങ്കല്പനം എന്ന് മലയാളത്തിൽ പറയും. ഈ മോൾ സങ്കല്പനം കൃത്യമായി മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് ആറ്റങ്ങളുടെയും തന്മാത്രയുടെയും എണ്ണം കണക്കാക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പം എന്താണ് മോൾ സങ്കല്പനം, മോൾ കൺസെപ്റ്റ് എന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നോക്കാം. മോളിനെ നമുക്ക് 3 തരത്തിൽ കണക്കാക്കാം. ഒരു മോൾ എന്നത് എണ്ണം കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ 6.022 ഇൻറ്റു 10⁻23 നമ്പർ, ഇത്രയും എണ്ണമാണ് ഒരു മോൾ. ഇത്രയും എണ്ണമാണ് ഒരു മോൾ. അപ്പോൾ ഒരു മോൾ തന്മാത്രകൾ എന്ന് പറയുമ്പോൾ, ഒരു മോൾ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ 6.022 ഇൻറ്റു 10⁻23 എണ്ണം മോളിക്യൂൾസാണ്. ഒരു മോൾ ആറ്റങ്ങൾ എന്ന് പറയുമ്പോൾ 6.022 ഇൻറ്റു 10⁻23 ആറ്റങ്ങളാണ്. അത്രയും എണ്ണം ആറ്റങ്ങളാണ്. ഒരു മോൾ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ 6.022 ഇൻറ്റു 10⁻23 എണ്ണം ഇലക്ട്രോണുകളാണ്. അപ്പം ഇത്രയും എണ്ണമാണ് ഒരു മോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സംഖ്യ അവോഗാഡ്രോ സംഖ്യ അല്ലെങ്കിൽ അവോഗാഡ്രോ നമ്പർ എന്നും വിളിക്കപ്പെടുന്നുണ്ട്. ഈ എണ്ണ എടുത്താൽ മാത്രമേ ഒരു മോൾ ആകൂ. വേറെ ഈ സംഖ്യ ഒരിക്കലും നമ്മൾ മാറ്റി കൊടുക്കാൻ പറ്റില്ല. ഇതൊരു കോൺസ്റ്റന്റ് ആണ്, ഒരു സ്ഥിര സംഖ്യയാണ്. ഈ സംഖ്യ അവോഗാഡ്രോ സംഖ്യ എന്നറിയപ്പെടും. ഇത് ഒരു മോളിനെ സൂചിപ്പിക്കുന്നു. ഇത്രയും എണ്ണം ആറ്റങ്ങൾ, ഒരു മോൾ ആറ്റങ്ങൾ, ഇത്രയും എണ്ണം തന്മാത്രകൾ, ഒരു മോൾ തന്മാത്രകൾ എന്നാണ് നമുക്ക് വിളിക്കുക. അതേപോലെ തന്നെ മോളിനെ നമുക്ക് ഗ്രാമിലുള്ള മാസ് കൊണ്ട് സൂചിപ്പിക്കാം. ഗ്രാമിലുള്ള മാസ് കൊണ്ട് സൂചിപ്പിക്കാം. എങ്ങനെയാണ് ഗ്രാമിലുള്ള മാസ് കൊണ്ട് സൂചിപ്പിക്കാം? അതിനെ GAM ആയും GMM ആയും നമുക്ക് സൂചിപ്പിക്കാം. ഇത് രണ്ടും എന്താണെന്ന് പറയാം. GAM എന്ന് പറഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ്, GMM എന്ന് പറഞ്ഞാൽ ഗ്രാം മോളിക്യുലാർ മാസ്. ഇത് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാറ്റം ഒരു മോളെടുത്ത് തൂക്കിയാൽ, ഒരു മോൾ ആറ്റം, അതായത് 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് ആറ്റംസ്, അത്രയും എണ്ണം ആറ്റങ്ങൾ തൂക്കുമ്പോൾ എത്ര ഗ്രാം എന്നൊരളവ് കിട്ടുമല്ലോ. ആ ഗ്രാമിനെ വിളിക്കുന്ന പേരാണ്, ആ ഗ്രാം അളവിനെ വിളിക്കുന്ന പേരാണ് GAM, ഗ്രാം അറ്റോമിക് മാസ്.
അതേപോലെ തന്നെ ഒരു മോളിക്യൂളിന്റെ മാസ്, മോളിക്യുലാർ മാസ്, ഒരു തന്മാത്രയുടെ ഭാരം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് നാം പിന്നീട് ഒരു സെഷനിൽ പറഞ്ഞുതരാം. എങ്ങനെയാണ് മോളിക്യുലാർ മാസ് കാണുക എന്ന് പിന്നീട് സെഷനിൽ പറഞ്ഞുതരാം. മോളിക്യുലാർ മാസ് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. എന്നിട്ട് അത്രയും ഗ്രാം തൂക്കിയെടുത്താൽ ഒരു മോൾ തന്മാത്രകൾ അതിലുണ്ടായിരിക്കും. അതിനെ ഒരു GMM എന്ന് വിളിക്കും. അപ്പം GAM-ഉം GMM-ഉം തമ്മിലുള്ള പ്രധാന വ്യത്യാസം, GAM ഒരു മോൾ ആറ്റങ്ങളുടെ മാസാണ്. അതായത് 6.022 × 10⁻23 ആറ്റങ്ങൾ എടുത്ത് തൂക്കിയാൽ എത്ര ഗ്രാം ഉണ്ടാവുമോ അതാണ് ഒരു GAM. അത് ഓരോ മൂലകത്തിനും വ്യത്യസ്തമായിരിക്കും. ഉദാഹരണം, ഒരു GAM ഹൈഡ്രജൻ 1 ഗ്രാം ആയിരിക്കും. ഒരു GAM കാർബൺ 12 ഗ്രാം ആയിരിക്കും. ഒരു GAM ഓക്സിജൻ 16 ഗ്രാം ആയിരിക്കും. എങ്ങനെ മാസ് മാറി? എല്ലാം ഒരു GAM ആണല്ലോ എടുത്ത്. എല്ലാത്തിലും ഒരു മോൾ ആറ്റാണല്ലോ ഉണ്ടാവുക. ശരിയാണ്, പക്ഷെ ഓരോന്നിൻ്റെയും മാസ് വ്യത്യസ്തമാണ്. ഹൈഡ്രജൻ ചെറിയ ആറ്റാണ്. അതൊരു മോൾ എടുത്ത് തൂക്കുമ്പോൾ കുറച്ച് ഗ്രാമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു മോൾ ഹൈഡ്രജൻ ആറ്റം തൂക്കുമ്പോൾ 1 ഗ്രാമേ ഉണ്ടാവുള്ളൂ. ഒരു മോൾ കാർബണിൻ്റെ ആറ്റങ്ങൾ എടുത്ത് തൂക്കുമ്പോൾ 12 ഗ്രാം തൂക്കുണ്ടാവും. ഒരു മോൾ ഓക്സിജന്റെ ആറ്റങ്ങൾ എടുത്ത് തൂക്കുമ്പോൾ 16 ഗ്രാം ഉണ്ടാവും. ഒരു മോൾ സൾഫറിന്റെ ആറ്റം എടുത്ത് തൂക്കി നോക്കുമ്പോൾ 32 ഗ്രാം ഉണ്ടാവും. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹൈഡ്രജന്റെ ആറ്റോമിക മാസ് 1 ആണ്. ആറ്റോമിക മാസ് എന്ന് പറയുമ്പോൾ പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ആറ്റോമിക മാസിന്റെ യൂണിറ്റ് ഗ്രാം എന്ന യൂണിറ്റിലല്ല പറയാറ്. ഒരാറ്റത്തിന്റെ മാസ് അറ്റോമിക് മാസ് യൂണിറ്റാണ്. അതിനെ നമ്മൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, അറ്റോമിക് മാസിന്റെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോണിന്റെ മാസാണ്, അല്ലെങ്കിൽ ഒരു ന്യൂട്രോണിന്റെ മാസാണ്. അപ്പോൾ ഒരു ആറ്റത്തിൽ എത്ര പ്രോട്ടോണും എത്ര ന്യൂട്രോണും ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ അറ്റോമിക് മാസ് പറയുന്നത്. ഇപ്പം ഹൈഡ്രജന്റെ കേസിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ളൂ. ഈ സാന്ദർഭികമായിട്ട് ഞാൻ പറയട്ടെ, ഒരാറ്റത്തിന്റെ മൗലിക ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ്, അടിസ്ഥാന കണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയാണ്. ഇവയിൽ ഇലക്ട്രോണിന് മാസ് പരിഗണിക്കപ്പെടേണ്ടതില്ല. വളരെ കുറഞ്ഞ മാസ്സായതുകൊണ്ട് അത് പരിഗണിക്കുന്നില്ല. മാസ് ഇല്ല എന്ന് നമ്മൾ പറയും ഇലക്ട്രോൺ. അപ്പം മാസ് ഉള്ള കണങ്ങൾ ഏതൊക്കെയാ? പ്രോട്ടോണും ന്യൂട്രോണും. ഈ പ്രോട്ടോണും ന്യൂട്രോണും സ്ഥിതി ചെയ്യുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. അപ്പൊ മാസുള്ള കണങ്ങൾ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ മാസാണ് ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിന്റെ മാസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എത്ര പ്രോട്ടോണും എത്ര ന്യൂട്രോണും ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ടാണ് നമ്മൾ ആറ്റോമിക് മാസ് കണക്കാക്കുക. അപ്പൊ ഹൈഡ്രജന്റെ ന്യൂക്ലിയസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പ്രോട്ടോണേ ഉള്ളൂ. അപ്പൊ പറയും നമ്മൾ ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ് 1 യൂണിറ്റ് ആണെന്ന് പറയും. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഉണ്ട്, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം എന്ന് പറഞ്ഞിട്ട് 3 തരം ആറ്റങ്ങളുണ്ട് ഹൈഡ്രജന്. ഡ്യൂട്ടീരിയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഹൈഡ്രജന്റെ ന്യൂക്ലിയസിൽ, ഡ്യൂട്ടീരിയത്തിന്റെ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ടാവും. അപ്പൊ 2 യൂണിറ്റ് ഉണ്ട്. അപ്പം ഡ്യൂട്ടീരിയത്തിന്റെ ആറ്റോമിക് മാസ് 2 യൂണിറ്റ് ആണ്. ട്രീഷ്യത്തിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഒരു പ്രോട്ടോണും പിന്നെ ഒരു ന്യൂട്രോണും 2 ന്യൂട്രോണും ഉണ്ട്. അപ്പൊ 2 1 3 കണികകൾ ന്യൂക്ലിയസിലുണ്ട്, 3 യൂണിറ്റുകളുണ്ട്. അപ്പൊ ഡ്യൂട്ടീരിയത്തിന്റെ ആറ്റോമിക് മാസ് 3 യൂണിറ്റ് ആണെന്ന് പറയാം. അപ്പൊ ഏതൊരു ആറ്റത്തിന്റെയും മാസ് എന്ന് പറയുന്നത് അതിന്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺ ന്യൂട്രോണിന്റെ എണ്ണം നോക്കിയിട്ടാ പറയാം. ഓക്സിജന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ 8 പ്രോട്ടോണും 8 ന്യൂട്രോണും ഉണ്ട്. 8 8 16 യൂണിറ്റുകളാണ്. അപ്പം ഓക്സിജന്റെ ആറ്റോമിക് മാസ് 16 യൂണിറ്റ് എന്ന് പറയും. നൈട്രജന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 7 ന്യൂട്രോണുകളും 7 പ്രോട്ടോണുകളും ഉണ്ട്. ടോട്ടൽ 7 14 യൂണിറ്റ് ആണത്. അപ്പൊ നൈട്രജന്റെ ആറ്റോമിക് മാസ് 14 യൂണിറ്റ് ആണ്. ഇങ്ങനെ കാർബണിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ 6 പ്രോട്ടോണും 6 ന്യൂട്രോണാണ്. ടോട്ടൽ 6 6 12 യൂണിറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരാറ്റത്തിന്റെ ആറ്റോമിക് മാസ് നോക്കണം.
എന്നിട്ട് അത്രയും ഗ്രാം തൂക്കിയെടുത്താൽ ഒരു GAM ആയി. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു GAM എടുക്കുന്നത്? ആറ്റോമിക് മാസ് നോക്കിയിട്ട് മറക്കരുത്, ഒരു മൂലകത്തിന്റെ ഒരു എലമെന്റിന്റെ അറ്റോമിക് മാസ് എത്ര യൂണിറ്റ് ആണോ അത്രയും ഗ്രാം ഒരു GAM എന്ന് പറയും. അതിൽ ഒരു മോൾ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇനി എണ്ണിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു മോൾ ആറ്റം വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആറ്റോമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാം തൂക്കിയെടുത്താൽ മതി. നമുക്കൊന്ന് നോക്കാം. ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നോക്കൂ, ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ് ഒരു യൂണിഫൈഡ് മാസ് ആണ്. യൂണിഫൈഡ് മാസ് എന്നാണ് പറയാം ആറ്റോമിക് മാസ്. ആറ്റോമിക് മാസ് ഒരു യൂണിഫൈഡ് മാസ് ആണ്. അപ്പോൾ ഒരു GAM ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ആണ്. ആറ്റോമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാം. കാർബണിന്റെ ആറ്റോമിക് മാസ് 12 യൂണിഫൈഡ് മാസ് ആണ്. 12 യൂണിഫൈഡ് മാസ് ആണ്. 12 ആണ്. അപ്പം ഒരു GAM കാർബൺ എന്ന് പറഞ്ഞാൽ 12 ഗ്രാം ആണ്. ഓക്സിജന്റെ ആറ്റോമിക് മാസ് 16 യൂണിഫൈഡ് മാസ് ആണ്. യൂണിഫൈഡ് മാസിൽ പറയുമ്പോൾ 16 ആണ്. അപ്പം ഒരു GAM ഓക്സിജൻ എന്ന് പറയുമ്പോൾ 16 ഗ്രാം ആണ്. അപ്പൊ ഇങ്ങനെ എന്താണ് ഒരു GAM? ചുരുക്കി പറഞ്ഞാൽ ഒരു എലമെന്റിന്റെ ഒരു മൂലകത്തിന്റെ ആറ്റോമിക് മാസ് എത്ര യൂണിറ്റ് ആണോ അത്രയും ഗ്രാം ആണ് ഒരു GAM. എന്താണ് ഒരു GAMന്റെ പ്രത്യേകത? അതിലൊരു മോൾ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. അത് എത്ര എണ്ണമാണ്? 6.022 പ്രത്യേകത 23 എണ്ണം ആറ്റങ്ങളാണ്. അപ്പൊ ഒരു GAM ഓക്സിജൻ ഒരു മോൾ ആറ്റങ്ങൾ, 6.022 പ്രത്യേകത 23 ആറ്റങ്ങൾ. ഒരു GAM കാർബൺ 12 ഗ്രാം കാർബൺ, 12 ഗ്രാം കാർബൺ ഒരു മോൾ കാർബൺ ആറ്റം. അതിൽ 6.022 പ്രത്യേകത 23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാം. ഇനി ആദ്യം ചോദിച്ചാലും പറയാം, നമുക്ക് എണ്ണെടുക്കണോ വേണ്ട? എങ്ങനെ എടുക്കുക? തൂക്കിയെടുത്താൽ മതി. എങ്ങനെ കണക്കാക്കുക? ഒരു മൂലകം ഒരു എലമെന്റ് അതിന്റെ ആറ്റോമിക് മാസ് എത്ര നോക്കുക, എന്നിട്ട് അത്രയും ഗ്രാം തൂക്കിയെടുത്താൽ മതി. എന്ത് കിട്ടും? ഒരു മോൾ ആറ്റം കിട്ടും. ഒരു മോൾ ആറ്റം കിട്ടും. ഒരു മോൾ ആറ്റം എത്ര എണ്ണം? 6.022 പ്രത്യേകത 23 എണ്ണ ആറ്റങ്ങളാണ്. ഈ രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്. ഇതാണ് GAM, ഗ്രാം അറ്റോമിക് മാസ്. അപ്പൊ എന്താണ് ഗ്രാം അറ്റോമിക് മാസ്? ഒരു മൂലകത്തിന്റെ അറ്റോമിക് മാസ് എത്ര യൂണിറ്റ് ആണോ അത്രയും ഗ്രാം അളവിനെയാണ് ഒരു GAM എന്ന് പറയുന്നത്. അതിൽ ഒരു മോൾ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതായത് 6.022 പ്രത്യേകത 23 ആറ്റങ്ങൾ അതിലുണ്ടായിരിക്കും. ഇതേപോലെ നമുക്ക് GMM കുറിച്ചും പറയാം. എന്താണ് GMM? GMM എന്ന് പറഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ മാസ്. ഗ്രാം മോളിക്കുലാർ മാസ്. ഒരു മോളിക്കുലാർ മാസ് എത്ര യൂണിറ്റ് ആണോ അത്രയും ഗ്രാം ആണ് ഒരു GMM. മോളിക്കുലാർ മാസ് മോളിക്യൂളിന് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമുക്ക് നോക്കാം. ഓക്സിജനെ നമ്മൾ O2 എന്നാണ് എഴുതുക. മോളിക്യൂൾ O2 ആണ്. ആറ്റം O ആണ്, മോളിക്യൂൾ O2 ആണ്. അപ്പൊ ഈ മോളിക്കുലാർ മാസ് എത്രയായിരിക്കും? 2.16 ഉണ്ടായിരിക്കും. ഒരാറ്റത്തിന്റെ മാസ് 16 ആണ്. അപ്പൊ O2ന്റെ മാസ് 2x16 32 യൂണിഫൈഡ് മാസ്. അപ്പൊ ഓക്സിജന്റെ മോളിക്കുലർ മാസ് 32 യൂണിഫൈഡ് മാസ്. അപ്പോൾ ഒരു GMM ഓക്സിജൻ ഈസ് ഈക്വൽ ടു O2 ഈസ് ഈക്വൽ ടു 32 ഗ്രാം. ഇത്രേ ഉള്ളൂ. അപ്പൊ എന്താണ് ഒരു GMM? ഒരു മോളിക്യൂളിന്റെ മാസ് എത്രയാ യൂണിറ്റ് ആണോ അത്രയും ഗ്രാം തൂക്കിയെടുത്താൽ അത് അത്രയും ഗ്രാമിനെയാണ് ഒരു GMM എന്ന് പറയുന്നത്. അതിൽ ഒരു മോൾ തന്മാത്രകൾ ഉണ്ടായിരിക്കും, മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. 6.022 into 10⁻23 നമ്പർ ഓഫ് മോളിക്യൂൾസ് ആർ ദർ. അപ്പൊ GMM തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ത്? പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. GMM തമ്മിലുള്ള പ്രധാന വ്യത്യാസം. GAM ഗ്രാം അറ്റോമിക് മാസ്, GMM ഗ്രാം മോളിക്കുലാർ മാസ്. GAMൽ ഒരു മോൾ ആറ്റങ്ങളാണ്, GMMൽ ഒരു മോൾ തന്മാത്രകളുടെ മാസാണ്.
GAM ഒരു മോൾ ആറ്റങ്ങളുടെ മാസാണ്, GMM ഒരു മോൾ തന്മാത്രകളുടെ മാസ്, ഗ്രാമിലുള്ള മാസാണ്. ഒരു GAM 6.022 × 10⁻23 നമ്പർ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഒരു GMM 6.022 × 10⁻23 നമ്പർ തന്മാത്രകൾ ഉണ്ടായിരിക്കും, മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഇതാണ് GAM ഉം GMM ഉം തമ്മിൽ വ്യത്യാസം. അതുകൊണ്ട് ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഒരു മോൾ കണക്കാക്കാൻ 3 മാർഗങ്ങളുണ്ട്. ഒന്ന് 6.022 × 10⁻23 നമ്പർ, ഇത്രയും എണ്ണം എടുക്കുക എന്നതാണ് ഒരു മാർഗം. രണ്ടാമത്തെ മാർഗം ഒരു GAM തൂക്കിയെടുക്കുക അല്ലെങ്കിൽ ഒരു GMM തൂക്കിയെടുക്കുക. ഒരു GAM തൂക്കിയെടുക്കുമ്പോൾ ഒരു മോൾ ആറ്റങ്ങൾ കിട്ടും, ഒരു GMM തൂക്കിയെടുക്കുമ്പോൾ ഒരു മോൾ തന്മാത്രകൾ കിട്ടും. ഇനി മൂന്നാമത്തെ വഴി കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിന്റെ ഡീറ്റെയിൽസ്, പ്രോബ്ലം സോൾവിംഗ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം. അപ്പൊ ഇവിടെ മൂന്നാമത്തെ വഴി ഇതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായാലും അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. STPയിൽ വാതകം, ഏത് വാതകവും എനി ഗ്യാസ് STPയിലായിരിക്കണം. എന്താ STP പറയാം? STPയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാതകം 22.4 ലിറ്റർ അളന്നെടുത്താൽ അതൊരു മോളായിരിക്കും. അതൊരു മോൾ മോളിക്യൂൾസ് ആയിരിക്കും കേട്ടോ. ഒരു GMM ആയിരിക്കും. GAM അല്ല, GMM. ശ്രദ്ധിക്കുക, STPയിൽ ഏത് വാതകവും 22.4 ലിറ്റർ അളന്നെടുത്താൽ മതി, അതൊരു മോളായിരിക്കും. ഇതിനെ മോളാർ വോളിയം, മോളാർ വ്യാപ്തം എന്നാണ് പറയാം. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിന്റെ മോളാർ വ്യാപ്തം 22.4 ലിറ്റർ ആയിരിക്കും. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിന്റെ മോളാർ വ്യാപ്തം 22.4 ലിറ്റർ ആയിരിക്കും. അപ്പം ഓക്സിജൻ STPയിൽ എന്താണ് STP? STPയുടെ ഫുൾ ഫോം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ്. അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ T = 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273 കെൽവിൻ. ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273 കെൽവിനും പ്രഷർ 1 atm, ഒരു അറ്റ്മോസ്ഫറിക് പ്രഷർ ആകുമ്പോഴാണ് STP എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഒരു ഗ്യാസ് നമ്മളൊരു പാത്രത്തിൽ എടുക്കുന്നു. ആ പാത്രത്തിൻ്റെ ഉള്ളിൽ പ്രഷർ 1 atm ആയിരിക്കണം, അതിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. എന്നിട്ട് അത് 22.4 ലിറ്റർ ആണോ? അതൊരു മോളാണ്. അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ഒരു മോളാണ്, ഓക്സിജൻ ആണെങ്കിൽ ഒരു മോളാണ്, അമോണിയ ആണെങ്കിൽ ഒരു മോളാണ്. ഗ്യാസ് ആയാൽ മതി. ഏത് വാതകവും STPയിൽ സ്ഥിതി ചെയ്യുമ്പോൾ 22.4 ലിറ്റർ അളന്നെടുത്താൽ അതൊരു മോളിന് തുല്യമാണ്, അതൊരു GMMന് തുല്യമാണ്. അതിലൊരു മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. 6.022 × 10⁻23 തന്മാത്രകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഫൈനലൈസ് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഒരിക്കലും ആറ്റങ്ങളും തന്മാത്രകളും എണ്ണിയെടുക്കേണ്ടതില്ല. എണ്ണം കൃത്യമായി കണക്കാക്കാൻ നമുക്ക് കഴിയും. തൂക്കിയെടുത്താൽ കണക്കാക്കാൻ പറ്റും, STPയിൽ അളന്നെടുത്താൽ കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഒരു മോളിനെ 3 രീതിയിൽ നമുക്ക് കണക്കാക്കാം. ഒന്ന് 6.022 × 10⁻23 എണ്ണം തന്മാത്രകൾ അല്ലെങ്കിൽ ആറ്റങ്ങൾ എണ്ണിയെടുത്താൽ അതൊരു മോളാണ്. ഒരു GAM തൂക്കിയെടുത്താൽ അതൊരു മോൾ ആറ്റങ്ങളാണ്. ഒരു GMM തൂക്കിയെടുത്താൽ അതൊരു മോൾ തന്മാത്രകളാണ്. STPയിൽ ഏത് വാതകവും 22.4 ലിറ്റർ അളന്നെടുത്താൽ അതും ഒരു മോളാണ്. അപ്പോൾ ഇതാണ് മോളുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളൂ. ഇനി ഈ പറഞ്ഞ ആശയങ്ങൾ കൂടുതൽ ഉറപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ചില പ്രോബ്ലംസ് കണക്കുകളായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉറക്കും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു.